ക്യാൻസറിനെതിരെ പൊരുതാനായി കാലിക്കറ്റ് സിറ്റി സർവീസ് സഹകരണ ബാങ്കും MVR ക്യാൻസർ സെന്ററും സംയുക്തമായി അവതരിപ്പിക്കുന്ന ക്യാൻസർ ചികിത്സാ സഹായ പദ്ധതിയാണ് മാസ് കെയർ. വാർത്തകൾ തുടരുന്നു. വായനാ പക്ഷാചരണത്തിന്റെ സമാപനത്തോടനുബന്ധിച്ച് പ്രമുഖ സാഹിത്യകാരന്മാരുടെ അപൂർവ കയ്യെഴുത്തുകളുടെ പ്രദർശനവും അവ വർഷങ്ങളായി ശേഖരിച്ച് സൂക്ഷിച്ച എഴുത്തുകാരൻ ലത്തീഫ് പറമ്പിലിനുള്ള ആദരവും ശ്രദ്ധേയമായി. ചടങ്ങ് കെ ജയന്ത് MLA ഉദ്ഘാടനം ചെയ്തു. തന്റെ എഴുത്തുകൾ അച്ചടിച്ച് കാണാത്തത് എന്തുകൊണ്ടാണെന്ന് ചോദിച്ച് MT വാസുദേവൻ നായർക്ക് ഒരിക്കൽ ലത്തീഫ് പറമ്പിൽ കത്തെഴുതി. MT നൽകിയ മറുപടി ലത്തീഫിന് മാത്രമല്ല, എഴുത്തിലേക്ക് കടന്നുവരുന്ന പുതുതലമുറയ്ക്കുള്ള ഉപദേശവും കൂടിയായിരുന്നു. പിന്നീട് നിരവധി പ്രമുഖ സാഹിത്യകാരന്മാർക്കും ലത്തീഫ് കത്തുകൾ അയച്ചു. അവയുടെ മറുപടികളും അദ്ദേഹം സൂക്ഷ്മമായി ശേഖരിച്ചു വെച്ചു. അത്തരത്തിൽ വർഷങ്ങളായി സംരക്ഷിച്ച സാഹിത്യകാരന്മാരുടെ കയ്യെഴുത്തുകളാണ് ദർശനം ഗ്രന്ഥശാലയുടെ വായനാ പക്ഷാചരണ സമാപനത്തിന്റെ ഭാഗമായി പ്രദർശനത്തിനെത്തിയത്. കയ്യെഴുത്തുകൾ ശേഖരിച്ച് സംരക്ഷിച്ച ലത്തീഫ് പറമ്പിലിനെ ചടങ്ങിൽ ആദരിക്കുകയും ചെയ്തു. ദർശനം ഗ്രന്ഥശാല MN സത്യാർത്ഥി ഹാളിൽ നടന്ന സമാപന സമ്മേളനം കെ ജയന്ത് MLA ഉദ്ഘാടനം ചെയ്തു. വായന മരിച്ചിട്ടില്ലെന്ന് MLA പറഞ്ഞു. പുസ്തകങ്ങൾ വായിക്കുന്ന ആളുകളാണ് പറഞ്ഞു. ഞാനത് അങ്ങനെ വായന കുറഞ്ഞിട്ട് ഞാൻ വിശ്വസിക്കുന്നില്ല. ഞാനും ഈ തോട്ടിലായിരുന്നു, വായനയൊക്കെ മരിച്ചു പോയി പുതിയതാകും. പക്ഷേ അവർ ഓരോ മിനിറ്റും വായിക്കുകയാണ്. പക്ഷെ നമ്മൾ വായിച്ച രീതിയിലല്ലാതെ മാത്രമുള്ള വ്യത്യാസമുള്ളൂ. അവര് സോഷ്യൽ മീഡിയ പ്ലാറ്റ്ഫോമിൽ ഈ ഭൂമിക്ക് ചുറ്റും നടക്കുന്നവർക്ക് പത്രം വായിക്കേണ്ട ഇൻഫർമേഷന്റെ ഒരു മലവെള്ളപ്പാച്ചിൽ വരെ ഒഴുകി വരുന്ന ഒരു കാലത്താണ് നമ്മൾ ജീവിക്കുന്നത്. അവരിതൊക്കെ കണ്ടുകൊണ്ട് വായിച്ചുകൊണ്ടിരിക്കുക. സാഹിത്യകാരൻ ലത്തീഫ് പറമ്പിലിനെ കെ ജയന്ത് പൊന്നാട അണിയിച്ച് ആദരിച്ചു. ദേവഗിരി കോളേജ് മലയാള വിഭാഗം മേധാവി കവി ഫാദർ ഡോക്ടർ സുനിൽ ജോസ് അധ്യക്ഷനായിരുന്നു. വാർഡ് കൗൺസിലർമാരായ ഷീതു ശിവേഷ്, സാജിദ ഗഫൂർ, കവി സരസ്വതി ബിജു, സൽമി സത്യാർത്ഥി, NS മേരി കോട്ടുപള്ളിൽ, കെ കുഞ്ഞാലി, സഹീർ, ഡോക്ടർ ചാർലി കട്ടക്കയം, PK ശാലിനി തുടങ്ങിയവർ പങ്കെടുത്തു. ദർശനം വനിതാവേദി പ്രവർത്തകർക്ക് പച്ചക്കറി കൃഷിക്കുള്ള തൈകളും ജൈവ വളക്കൂട്ടും MLA വിതരണം ചെയ്തു. ദേവഗിരി സെന്റ് ജോസഫ് കോളേജിന്റെയും കേരള എഡ്യൂക്കേഷൻ കൗൺസിലിന്റെയും സഹകരണത്തോടെയായിരുന്നു പരിപാടി. പ്രമുഖ സാഹിത്യകാരന്മാരുടെ കയ്യെഴുത്തുകളുടെ പ്രദർശനം സംസ്കൃത സർവകലാശാല മുൻ വൈസ് ചാൻസലർ ഡോക്ടർ J പ്രസാദ് ഉദ്ഘാടനം ചെയ്തു. നിരവധി സ്കൂൾ വിദ്യാർത്ഥികളും പ്രദർശനം സന്ദർശിച്ചു. ന്യൂസ് ബ്യൂറോ, കോഴിക്കോട്. കുടുംബശ്രീ ജില്ലാ മിഷന്റെ നേതൃത്വത്തിൽ